എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ശേഷം പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സും മന്ത്രിമാരൊക്കെ ഈ വിഷയത്തിൽ ഞാനെടുത്ത നിലപാടിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഇഷ്ടംപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. സ്വാഭാവികമാണ്, അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ ചെയ്ത പോസ്റ്റിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് പോസ്റ്റ് ഒന്ന് വായിക്കുമോ? ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവായാലും സജി ചെറിയൻ സഖാവായാലും പിന്നെ പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് സ്വരാജൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് വായിക്കുമോ അതിൻ്റെ അടിയിലെ കമൻസ്? ബഹുഭൂരിപക്ഷം കമൻസും താങ്കൾക്ക് അനുകൂലമാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. മാർഗമുണ്ടോ? അല്ല, ബഹുഭൂരിപക്ഷം കമൻസും താങ്കൾക്ക് അനുകൂലമാണ് ശ്രീ പി വി അൻവർ. താങ്കൾക്കിട്ട എ റഹീമിന്റെ പോഞ്ഞം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആദ്യ പ്രതികരണം ഇതാണ്. എ റഹീം ഇത്രയും പറഞ്ഞത് കാര്യമായി, ഇല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധ പരിഹാസമാണ്. ഇതിലും വലിയ ക്യാപ്സൂൾ സ്വപ്നത്തിൽ മാത്രം മനാഫ് ബിൻ മോഹൻ വേറൊരു പക്ഷം പറയുന്നുണ്ട്. താങ്കൾക്കെതിരായുള്ള കമന്റുകളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം താങ്കൾക്ക് അനുകൂലമാണ്. പക്ഷേ അതുകൊണ്ട് ഗ്രൗണ്ടിലെ പാർട്ടി താങ്കൾക്കൊപ്പമാണ് എന്ന് ധരിക്കാൻ കഴിയുമോ? ശ്രീ പി വി അൻവർ, എൻ്റെ ചോദ്യം, ഇന്നലെ താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടു, ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടു, എം വി ഗോവിന്ദൻ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു, അതായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നു. സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്ന ഈ നേതാക്കൾക്ക് വാക്കുകളുടെ മൂർച്ചയ്ക്ക് എന്ത് സംഭവിച്ചു അൻവർ? ആ മൂർച്ച കുറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് അൻവറിന്റെ ഒരു ധാരണ? ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ശാരീരികമായ എന്തോ പ്രശ്നങ്ങളുണ്ടാവും, ചില വിഷമങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇനി വേറെ വല്ല കാരണം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ശ്രീ അൻവർ, ഇപ്പോൾ എ കെ ബാലൻ നേരത്തെ പറയുകയുണ്ടായി ഇത് പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന്. ഇപ്പൊ അങ്ങ് ഈ പോസ്റ്റുകളെ പറ്റിയും പറയുകയുണ്ടായി. ഒരു സംശയവുമില്ല, അങ്ങേക്കാണ് പിന്തുണ, ഒരു തർക്കവുമില്ല. ഈ CPM-ൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയരേണ്ടിയിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് താങ്കൾ ഉയർത്തുന്നത്, അതിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇപ്പോൾ ഒരു പോരാളിയുടെ മുഖവുമുണ്ട്. പാർട്ടിക്ക് പുറത്തായാൽ പോലും പാർട്ടിയിലെ അണികൾ താങ്കളെ ചേർത്ത് നിർത്തുന്നുണ്ട്, അതൊക്കെ ഒരു വാസ്തവമാണ്. പക്ഷേ ഈ അടച്ചുറപ്പുള്ള സംവിധാനത്തിൽ ചോർച്ചകൾ ഉണ്ടാകും ഈ സമ്മേളനത്തിൽ, അത് വലിയ തകിടം മറിക്കലുകളിലേക്ക് പോകും, അതിന്റെ ചാലകശക്തിയായി താങ്കൾ തുടർന്നുമുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, ഞാൻ ഒന്നിൻ്റെയും ചാലകശക്തിയല്ല. ഞാൻ ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പാർട്ടിയുടെ ഒരു അനുഭാവി മാത്രമാണ്. അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ എനിക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഒത്തുകൂടി വന്ന് പറഞ്ഞിരുന്ന സമയത്ത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. സത്യത്തിൽ എനിക്ക് ആ വാർത്ത വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത്. പത്രത്തിലെ വാർത്ത വന്നല്ലോ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ സത്യം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യത്തിന് വിലയില്ലാത്ത കാലത്ത് ഞാനിത് പറയുമ്പോഴും നിങ്ങൾ അത് വേറെ രീതിയിലാണ് കരുതുക. അതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അല്ല ശ്രീ, അങ്ങനെ സംശയമുണ്ടാവുള്ള താങ്കൾ റിയാസിന്റെ പേരിൽ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ ഞാനല്ലല്ലോ ഉത്തരവാദി. അല്ല, താങ്കൾ റിയാസിന്റെ പേരിൽ എടുത്തു പറയുന്നുണ്ട്. ഒരു റിയാസ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് താങ്കളുടെ എന്തോ ഒരു അജണ്ട എന്ന രീതിയിലുള്ള ആരോപണം വഴിവെക്കാൻ കാരണമാവുന്നില്ല. എന്തുകൊണ്ടാണ് താങ്കൾ റിയാസിലേക്ക് കൂടി ആരോപണ മൂർച്ച നീട്ടുന്നത് ശ്രീ പി വി അൻവർ? ഞാനൊരു റിയാസ് എന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഇഷ്ടക്കേടുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ബോധ്യങ്ങൾ അത് ഈ പൊതുസമൂഹത്തിന് മുമ്പും പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞു. അതിൽ റിയാസിനെ കുറിച്ച് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അതാണ്, എൻ്റെ തോന്നൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ.